ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യത്തിൽ കാർഷികോൽപ്പന്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന കോർപ്പറേറ്റുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയാ അവരങ്ങനെ തുടങ്ങിയത്. പക്ഷെ ചില കൂട്ടായ്മയൊക്കെ വൻ വിജയാണ്. കൃഷി സേഫാണ്, കൃഷിക്കാരും സേഫാണ്. അവർക്കൊക്കെ സാധാരണ കിട്ടുന്നതിനേക്കാൾ 5-10 ഇരട്ടി വരുമാനം. അതിന്റെ അർത്ഥം അവിടുത്തെ കൃഷിക്കാർ സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അത് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. പക്ഷേ അവിടുത്തെ സാഹചര്യം അല്ലല്ലോ ഇവിടെ. പൊതുവെ പറയുന്നത് കേരളത്തിലെ കൃഷിക്ക് അത്ര സാഹചര്യം ഇല്ലെന്നുള്ളതല്ലേ? എന്തുകൊണ്ടാ? ഹരിയെ പോലെയും നിത്യയെ പോലെയും ആരെങ്കിലും ഒന്ന് പാടത്തുണ്ടോ? പണിയെടുക്കാൻ കഴിയുന്നവര് മാത്രം പാടത്തുണ്ടായാൽ പോരാ, ചിന്തിക്കാൻ ശേഷിയുള്ളവരും ഉണ്ടാവണം. നിങ്ങൾ ഒരു കാര്യം നോക്കോളൂ, നാടൻ എന്നൊരു വാക്കിന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നല്ല വിലയുണ്ട്. ഒരു സാധനം ജെനുവിൻ ആണെന്ന് അവർക്ക് തോന്നിയാല് എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചായാലും എത്ര പണം ചെലവാക്കിയിട്ടായാലും അവരത് വാങ്ങാൻ ഓടിയെത്തും. നമുക്ക് അങ്ങനൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ചെറിയ തോതിലാണെങ്കിലും ഇഷ്ടം പോലെ കൃഷി നടക്കുന്നുണ്ടല്ലോ. ഭാർഗവൻ സാറും ഹരിയും ഒക്കെ അവരോടൊന്ന് സംസാരിച്ചാൽ മതി, എല്ലാരും ഒന്നിച്ചു ചേർക്കാൻ പറ്റില്ലേ? അത് ശരിയാ. ഞാനിതിപ്പോ ഒരു പോസിബിലിറ്റി ആയിട്ട് പറയാ. കൃഷിയെ കുറിച്ച് ഹരിയുടെ ഐഡിയാസ് എനിക്ക് വളരെ മുന്നേ അറിയാലോ. തനിക്കിത് പറ്റും. ഒരു കാര്യം താൻ ഉറപ്പിച്ചോ, ഇങ്ങനെ ഒരു മുന്നേറ്റം ഉടനെ ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർ അത് ഏറ്റുപിടിക്കും. അതിന്റെ തുടക്കക്കാരനായിട്ടാവും ഹരി അറിയപ്പെടുക. അതിന്റെ പേരിൽ എനിക്കിനി പേരും പ്രശസ്തിയൊന്നും വേണ്ട. താൻ പറഞ്ഞ കാര്യങ്ങള് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പാടത്ത് പണിയെടുക്കുന്നവർക്ക് നിത്യക്കൂലി കിട്ടിയേ പറ്റൂ. നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിക്കുക, വിൽക്കുക, അതിന്റെ പണമൊക്കെ ശേഖരിക്കുക എന്ന് പറയുന്നതേ അതിത്തിരി സമയമെടുക്കുന്ന കാര്യമല്ലേ? എടുക്കും. അതിനൊരു 30 മുതൽ 45 ദിവസത്തെ സമയം കണക്കാക്കണം. കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതിനെല്ലാം കേന്ദ്രീകരിക്കാൻ ഒരു സ്ഥലം വേണം, വാഹനങ്ങൾ വേണം, തൊഴിലാളികൾക്ക് അതാത് ദിവസം കൂലി കൊടുത്ത് കൂടെ നിർത്തണം. എന്ന് പറഞ്ഞ ഒരു വലിയ തുക തന്നെ വേണ്ടേ? വേണം. അതിപ്പോ ആരെക്കൊണ്ട് നടക്കാനാ? ആദ്യം നിങ്ങൾ ഇങ്ങനൊരു കാര്യത്തിന് തയ്യാറാണോന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റില് ഇതിനു വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്ന ഏജൻസികളുണ്ട്. 1-2 പേരെ എനിക്ക് പരിചയമുണ്ട്. നമുക്ക് അവരെ സമീപിക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ തീരുമാനമാണ്. നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഞാൻ നിർബന്ധിക്കില്ല. അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ പൊക്കോട്ടെ. താൻ ചെല്ല്, ഞങ്ങളൊന്ന് എല്ലാരും കൂടെ ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. ഭാർഗവൻ സാറിനെ ഞാൻ വിടണോ? വേണ്ട വേണ്ട, ഞാൻ അവരോട് അറിയാം. ഹാ ശരി.